ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സ്റ്റോക്ക് അഡീനിയം തൈകളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഒരു സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് ബുക്കിങ്സ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും ഇനി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഒരു 5000 പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വലിയ വലിയ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സീഡ്ലിങ്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത്യാവശ്യം കോഡക്സ് എല്ലാം നല്ല രീതിയിലുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ കാണുന്ന സെയിം പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇട്ടിരുന്നത് വീഡിയോയുടെ ലാസ്റ്റായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അത്തരം ലാസ്റ്റ് ഭാഗം കാണാതെ ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ കയ്യിൽ സൈസ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിലെ സൈസ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മുടെ 800, 1300 റേഞ്ചുകളിലൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത്തരം വലിയ പ്ലാന്റ്സ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നേരത്തെ നമ്മളോട് പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്ലാന്റ്സ് എടുക്കാനും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനും കഴിയുള്ളൂ കേട്ടോ. ഈ കാണുന്ന വലിയ ചെടികളുടെ സൈസ് കണ്ടിട്ട് ഇത്തരം ചെടികൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എന്നിരുന്നാലും പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ആർക്കും എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ അത്യാവശ്യം കോഡക്സ് എല്ലാം ഉള്ള തൈകൾ തന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മളെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെടികൾ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈസിൽ ഇത്തിരി കുറവുണ്ടെങ്കിലും പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അഡീനിയം വളർത്തി പരിചയമില്ലാത്തവർക്കായിട്ടും ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്കായിട്ടും നമ്മൾ ചെറിയൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ മണ്ണെല്ലാം കളഞ്ഞിട്ടാണ് അഡീനിയത്തിൻ്റെ തൈകൾ നിങ്ങളിലേക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അത്തരം തൈകൾ നിങ്ങൾ മണൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. മണൽ, കുറച്ച് ഉമി ഇത് ചേർത്തിട്ട് നമ്മുടെ ചെടിയുടെ സൈസ് നോക്കിയിട്ട് അതിന് പാകത്തിനുള്ള ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ ഈ അഡീനിയം തുടക്കത്തിലെ വലിയ ചട്ടിയിൽ നിറയെ മണ്ണൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡക്സ് എല്ലാം മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ അഡീനിയം വലുതാവുന്നതിനനുസരിച്ചിട്ട് വേണം റീപോർട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ കോഡക്സ് ഉയർത്തി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള വലിയ ചെടികൾ വാങ്ങിക്കാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും തൈകൾ വാങ്ങിക്കാം. 2 മാസം 2-2.5 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചെടികൾ അത്യാവശ്യം നല്ല കോഡക്സോട് കൂടി തന്നെ വരും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇത്തിരി ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അഡീനിയം വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.